കാസർഗോഡ് മുഗുറോഡിൽ താമസിക്കുന്ന ബദറനീസ അബ്ദുള്ള പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളും പകർത്തി എഴുതിയിരിക്കുകയാണ് ഈ വീട്ടമ്മ. 2024 ജനുവരിയിൽ തുടങ്ങിയ പകർത്തിയെടുത്ത് പൂർത്തിയാക്കിയത് 2 മാസം മുമ്പ്. കാലിഗ്രാഫി പേന ഉപയോഗിച്ച് അച്ചടി തോൽക്കും വിധത്തിലാണ് ഇവരുടെ അറബി എഴുത്ത്. പൂർത്തിയാക്കിയ ശേഷം വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ സന്തോഷം. അള്ളാഹുവിനോട് ഇത്ര സ്തുതിച്ചാലും മതിയാവില്ല. പരിശുദ്ധ ഖുർആന് മുഴുവനും പകർത്തി എഴുതിക്ക. നിങ്ങളെ ആലോചിച്ച് എന്താ പറയാ, വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ. ഞാൻ ഈ വാർത്ത ഏകദേശം ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഒരു 8 മണിക്കൂർ മുമ്പുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കാസർഗോട്ടിലാണ് ഇവരുള്ളത്. അവര് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആന്റെ പതിപ്പ് അത് നോക്കിയിട്ട് അവർ ഇതേപോലെ പകർത്തി എന്ത് സുന്ദരമായിട്ടാണ് എഴുതി. അത് വല്ലാത്തൊരു കഴിവാട്ടോ. മാത്രമല്ല അവര് കാലിഗ്രാഫി ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവര് തന്നെ ഡിസൈൻ ചെയ്ത് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കി എന്നാ പറയുന്നത്. അത്ഭുതം എന്നല്ലാതെ വേറെന്താ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്തിട്ട് അതൊക്കെ വലിയ ചർച്ചാ വിഷയം വേറൊരു തലത്തിലേക്ക് പോകുന്ന ഇന്നിന്റെ കാലത്താണ് ഈ ഒരു വീട്ടമ്മ പരിശുദ്ധ ഖുർആൻ അവരുടെ കൈപ്പടയിൽ എഴുതിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. അതായത് 2024 തുടങ്ങിയെന്നാ. അപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പാണല്ലോ ഇത് പൂർത്തീകരിച്ചത്. ഏതായാലും നമുക്ക് ബാക്കി ഒന്ന് കേട്ടു വെക്കട്ടോ. വിചാരിച്ചതിനേക്കാളും എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ച്. ഞാൻ എന്റെ മനസ്സിൽ പോലും ഇങ്ങനെ കരുതിയിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും, ഇത് പെട്ടെന്ന് ഇങ്ങനെ ആകും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നോക്കി അതേപടി പകർത്തുകയായിരുന്നു. നേരത്തെ താൻ ഒരു ചിത്രം പോലും വരച്ചിട്ടില്ലെന്ന് ഇവർ. കാലിഗ്രാഫിയും പഠിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുറംചട്ടയും അതേപോലെ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ. ഖുർആൻ അവതരിച്ച മാസമായ റമദാന് മുമ്പ് തന്നെ കഴുത്തുപറി തയ്യാറാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബദറുന്നീസ. ഖുർആൻ അവതരിച്ച മാസമായ റമദാന്റെ മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അത് സമർപ്പിച്ചു. നോക്കൂ, നിങ്ങളെ ആലോചിച്ച് നോക്കൂ, അത് വല്ലാത്തൊരു പ്രയത്നം തന്നെയാണുള്ളത്. ശരിക്കും ഇവര് എങ്ങനെയാണ് അതിന് എഫേർട്ട് എടുത്തത് അതൊക്കെ നമുക്ക് നേരിട്ട് ചോദിക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊരുപാട് ദൂരെയാണ്. അപ്പൊ അവർക്ക് നമുക്ക് നേരാനുള്ളത് സന്തോഷത്തിന്റെ വലിയ കയ്യടികളാണ് അവർക്ക് നൽകാനുള്ളത്, പ്രോത്സാഹനം. ഏതായാലും അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനെയുള്ള, അതായത് നമുക്കൊക്കെ അസാധ്യമാണ് എന്ന് തോന്നുന്ന ആ ഒരു കാര്യത്തെ പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്ന വേറെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുമൊക്കെ ഈ സഹോദരിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അങ്ങനെ പരിശുദ്ധ ഖുർആൻ മുഴുവനും കൈപ്പടയിൽ ഇങ്ങനെ എഴുതി പകർത്തിയിട്ടുണ്ടെങ്കിൽ അവരെടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. അത് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഈ ഒരു പ്രയത്നത്തെ വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ അവർക്ക് ആശംസ അറിയിക്കണമെന്നും അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് പിന്തുണയും പ്രോത്സാഹനവും തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും സന്തോഷം അറിയിക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു, എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.